ഇപ്പോഴാണ് എല്ലാം ശരിയായത്. എല്ലാം ശരിയായത് ഇപ്പോൾ മാത്രമാണ്. ഇപ്പോൾ എല്ലാം ശരിയായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. കേരളമെന്ന് പറഞ്ഞാൽ CPM ആണെന്നും CPM എന്ന് പറഞ്ഞാൽ കേരളമാണെന്നും ധരിച്ചു വശായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ, SFIക്കാരുടെ, DYFIക്കാരുടെ, അതുപോലെ CPM കേഡറുകളുടെ ഒക്കെ മർക്കട മുഷ്ടികൾ ഇതാ അടിയറവ് പറഞ്ഞിരിക്കുന്നു. കൈക്കു മുമ്പിലും താമരയ്ക്ക് മുമ്പിലും, അല്ലെങ്കിൽ താമര മുട്ടിന് മുമ്പിൽ. അതിനെയും വിരിഞ്ഞ് അത് കുറച്ചുകൂടി വിശാലമാകാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ താമരപ്പൂവുകൾ വിരിയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സൂചനയായി ലഭിക്കുന്നത്. അതൊക്കെ പോട്ടെ, അതിൻ്റെ രാഷ്ട്രീയം അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ അഹങ്കാര പ്രമത്തതയുടെ കാവലാളുകളായിട്ട് എവിടെയെല്ലാം, നമ്മുടെ കലാശാലകളിൽ, പരിസരങ്ങളിൽ, നിയമസഭയ്ക്ക് വെളിയിൽ, നിയമസഭയ്ക്ക് പുറത്ത്, അതൊന്നും പോരാഞ്ഞിട്ട് ക്ഷേത്രങ്ങൾ, പരിപാവനമായ ക്ഷേത്രങ്ങൾ വരെ വിപ്ലവ ഗാനങ്ങൾ കൊണ്ട് അശുദ്ധമാക്കിയ, വിപ്ലവ കവികളെ വിളിച്ചുകൊണ്ട്, ഇൻക്വിലാബ് സിന്ദാബാദ് വിളിപ്പിച്ച ചെങ്കൊടികൾ പാറിപ്പറപ്പിച്ചുകൊണ്ട് നാസ്തികതയുടെ പാഠങ്ങൾ കേരളത്തിൻ്റെ ഭക്ത സമൂഹത്തെ പഠിപ്പിച്ച ഒരു ജനതയ്ക്ക് കിട്ടിയ, ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടിയ താടനമാണ് ഈ ഫലം. അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രത്തിലെ അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ ഏൽപ്പിച്ച ഒരു പ്രഹരം കൂടിയാണ്. കാരണം നാസ്തികത അതിൻ്റെ പരകോടിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് അവിടുത്തെ ആഭരണങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് നടത്തിയ ആ വിശ്വാസ ലംഘനത്തിൻ്റെ അലകളുണ്ടല്ലോ, അതൊരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അയ്യപ്പന് പോലും, എല്ലാത്തിനോടും ക്ഷമിക്കുന്ന അയ്യപ്പന് പോലും സഹിക്കാനാവാത്ത തരത്തിലേക്ക് അത് കൊണ്ടുപോയി. അതിന് കിട്ടിയ ശിക്ഷയാണ്, ചെറിയൊരു ശിക്ഷ മാത്രം. ഇതൊരു സൂചന മാത്രമാണ്. ഇനിയും ഇതിലും വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണിപ്പോൾ ഈ പാഠം നൽകുന്ന സൂചന എന്ന് തന്നെയെന്ന് തോന്നുന്നു. കാരണം ആ തരത്തിലാണ് ഈ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, അടിത്തറ തന്നെ ഇളകി, CPMൻ്റെ അടിത്തറ തന്നെ ഇളകി, അവരുടെ അഹങ്കാരം ഇല്ലാതായി, ആത്മവിശ്വാസവും ഇല്ലാതായിരിക്കുകയാണ്. ആത്മവിശ്വാസമില്ലാത്തവൻ എങ്ങനെയാണ് അടുത്ത യുദ്ധത്തിൽ അടരാടുന്നത്? ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചതുപോലെ ഇപ്പോൾ ഒരു ആയുധമില്ല. നിങ്ങൾ എന്തു പറഞ്ഞാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒന്നുമില്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൽ ശരിയായിട്ടുള്ളത്? എന്തെങ്കിലും ഒന്ന് ശരിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പലതും പറയുന്നുണ്ട്, പല അവകാശവാദങ്ങളും. ദേശീയപാത എന്ന് പറയുന്നുണ്ട്, LPG പൈപ്പ് ലൈൻ മംഗലാപുരം വരെ നീട്ടിയതിനെപ്പറ്റി പറയുന്നുണ്ട്, വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം എന്താ സംഭവിച്ചത്? ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തമായി വീമ്പടിക്കുന്നു, പറയടിക്കുന്നു, പെരുമ്പറയടിക്കുന്നു. പക്ഷേ ഇതെല്ലാം ലഭിച്ചത് ഈ റേഷൻ കാർഡുകൾ വഴിയാണ് അതിദാരിദ്ര്യ ലഘൂകരണം നടപ്പായിട്ടുള്ളത്. അതാണ് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അല്ലേ? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. എന്നിട്ട് കേന്ദ്രത്തിനെ എപ്പോഴും 4 പാടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, തെക്കോട്ട് നോക്കി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ദാനമാണെന്നല്ല ഞാൻ പറയുന്നത്. കിട്ടേണ്ടത് കിട്ടി, കിട്ടേണ്ടതിൽ കൂടുതലും തന്നു. 400 കോടി വീതമായിരുന്നു ഇവിടുന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്ന സമയത്ത് റെയിൽവേക്ക് കിട്ടിയിരുന്ന വിഹിതം. ഇപ്പം 3000 കോടിയുടെ വിഹിതമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക്. അതുകൊണ്ടാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ മൂക്കിൽ പിടിക്കാതെ ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയുന്നത്. വണ്ടികൾ പോകുന്ന വഴിയിൽ നമുക്ക് മൂക്ക് പൊത്തി നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട്. ഇനിയും വരുന്നുണ്ട് വികസനം. കേരളത്തിൻ്റെ ചുവന്ന കൊടി നോക്കിയിട്ടല്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് നോക്കിയിട്ടാണ് ഈ വികസനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യ. അതാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രം. CPMൻ്റെ ക്ലാസ്സുകളിൽ, സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രം. കേരളമാണ് മാതൃക. കേരളം നമ്പർ 1, CPM നമ്പർ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്പർ 2 ആയോ? നമ്പർ 2 ചിലടത്തിൽ നമ്പർ 3 ആണ്. വളരെ ഗതികേടിലാണ്. പശ്ചിമ ബംഗാളിലെ പോലുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പശ്ചിമ ബംഗാളിലെ പോലൊരു മരിപ്പറമ്പ് CPMൻ്റെ വിപ്ലവത്തിൻ്റെ മരിപ്പറമ്പായിട്ട് മാറും SIRും കൂടി വന്നു കഴിയുമ്പോൾ. ഇത്തിരി അത്യുക്തി ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഭംഗിയായിട്ട്. അതായത് അവിടുത്തെ പാർട്ടി ഗ്രാമങ്ങളിൽ, കണ്ണൂർ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ, അതുപോലെ തന്നെ കാസർഗോഡും ഒക്കെ ആളുകളെ ചെന്ന് ആളുകൾ വോട്ട് ചെയ്യാനെത്തുമ്പോൾ വിരട്ടി വിടുകയാണ്. വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഞങ്ങൾ ചെയ്തോളാം. CPMൻ്റെ കേഡറുകൾ ചങ്കും മസിലും പിടിച്ചവിടെ നിൽപ്പുണ്ട്, ഇരട്ട ചങ്കന്മാരായിട്ട്. നിങ്ങൾ വയ്ക്കുമോ, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെയാണ് വോട്ടിംഗ് മാത്രമാണോ സ്ഥാനാർത്ഥി നിർണ്ണയം? സ്ഥാനാർത്ഥി
ഇവിടെ കാണാൻ വന്ന് പത്രിക കൊടുത്തോണ്ടല്ലോ അടിച്ച് നിരപ്പാക്കി കളയുമെന്നാണ് പറയുന്നത്, പേരുണ്ട് ഓടും. അതുപോലെയാണ് CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളുടെയും കേഡറുകളുടെയും ശക്തി. ചില ഭാഗങ്ങളിൽ, എല്ലാ ഭാഗങ്ങളിലൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഒരു BLOയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അത് ജോലി കൂടുതലായതുകൊണ്ടാണെന്ന്. ഇന്ത്യയിലെമ്പാടും എത്ര ലക്ഷം പേര് വർക്ക് ചെയ്തു, അതിലിപ്പോൾ ഒരാൾക്ക് മാത്രം അങ്ങ് ജോലി കൂടുതലായിട്ട് വരുമെന്ന്. അയാളാണെങ്കിൽ ഹീസ് നോട്ട് ഫിറ്റ് ടു വർക്ക് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതങ്ങനെയല്ല. അയാൾ മര്യാദയ്ക്ക് വൃത്തിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് രത്നൻ കൽക്കർ പറഞ്ഞു. അദ്ദേഹം ഭംഗിയായിട്ട് ജോലി ചെയ്തതിന് ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ആളാണ്. അതുകൊണ്ടല്ല ആത്മഹത്യ ചെയ്തത്. ഭീഷണിക്ക് മുമ്പിൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ വയ്യാതെ വന്നപ്പോഴാണ് ആത്മഹത്യയുടെ ലോകത്തിലേക്ക് അദ്ദേഹത്തിന് അഭയം പ്രാപിക്കേണ്ടി വന്നത്. കേരള മനസാക്ഷി ഞെട്ടിയില്ല. നമ്മളെല്ലാം സിനിമാ താരങ്ങളുടെയും അവരുടെ നൂറ് പ്രശ്നങ്ങളുടെയും ബിംബയാണ് സിനിമാ കഥകളിൽ എന്ന പോലെ പാറിപ്പാറി നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗ്ലാമർ ഉള്ളവർക്ക് സംഭവിക്കുന്ന ച്യുതികളാണ് നമ്മൾക്കെപ്പോഴും വേട്ടയാടാനുള്ള, മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാനുള്ള വിഷയങ്ങൾ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്ന് പ്രമുഖമായിട്ടൊരു പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്നു ഒരു മുദ്രാവാക്യം നോക്കണം. തത്കാലം പ്രാധാന്യം കൊടുക്കുക, മൂന്നാം തുടർ ഭരണമെന്ന സ്വപ്നം കൈവിട്ടു പോകാതിരിക്കാൻ അടിയന്തരമായി എന്ത് ചെയ്യണമെന്നായിരിക്കും CPM ആലോചിക്കുന്നത്. അതല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? NDAയും BJPയെയും ഭാവിയിൽ എങ്ങനെ നേരിടണമെന്നാണ് ആലോചിക്കേണ്ടത്. ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അംഗീകാരം കിട്ടിയ ഒരു പാർട്ടിയെ എങ്ങനെ നേരിടണം, ഒതുക്കാം. ഇതാണ് മാതൃഭൂമിയുടെ ലക്ഷ്യം. അത് തന്നെയാണ്. അതായത് BJPയെ എങ്ങനെ ഒതുക്കാം എന്നുള്ളത് കോൺഗ്രസും അതുപോലെ LDFും കൂടി ഇരുന്ന് ആലോചിക്കണമെന്ന്. ഇതാണ് പറഞ്ഞു വെക്കുന്ന എഡിറ്റോറിയൽ. നമ്മളിപ്പോൾ പിന്നെ മാതൃഭൂമി ആരും വായിക്കാറില്ല. അതിൻ്റെ എഡിറ്റോറിയൽ തീരെയും വായിക്കാത്തത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തൊരു വിഷമാണ് എഡിറ്റോറിയൽ ചെലുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ ഒതുക്കണമെന്ന് അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, പാർട്ടികളാണോ തീരുമാനിക്കേണ്ടത്? എങ്ങനെ ഒതുക്കാൻ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. ഇപ്പോൾ കുറച്ച് വോട്ട് കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ക്രോസ് വോട്ടുകൾ ഒരുമിച്ച് നിന്നാൽ മതി. പക്ഷേ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാവരുത്. ജനങ്ങളോട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോട്ട് ചെയ്തു കുറേ സ്ഥലങ്ങളിൽ. അങ്ങനെ BJPയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമുണ്ടായി. പക്ഷേ അതിനെ കടന്നുകൊണ്ട് നഷ്ടപ്പെട്ടിടങ്ങളിലെ പുതിയ സ്ഥലങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് BJP തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷൻ പോക്കറ്റിലെടുത്തു വെച്ചത്. ഇനി നോക്കിക്കോളൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ കാണണമെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ മാത്രമേ കാണാൻ പറ്റൂ. ഇനി ഒരു 1.5 മാസം കഴിഞ്ഞാൽ പഴയ തിരുവനന്തപുരം ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. ഇന്ത്യയിലെ മഹാനഗരങ്ങൾ, ലോകത്തിലെ തന്നെ മഹാനഗരങ്ങളുടെ ശ്രേണിയിലേക്ക് വരും. പണ്ട് ശശി തരൂർ പറഞ്ഞതേ ഉള്ളൂ കേരളത്തെ ബാഴ്സലോണ മോഡലാക്കുമെന്ന്. എന്ത് മോഡലാക്കി? ഇപ്പോഴത്തെ മോഡൽ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്, ഒരു പക്ഷം വരെ ശരിയാണ്. ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കനാലുകളൊക്കെ ഉണ്ടല്ലോ, റോഡുകളുടെ നടുക്കൂട്ടുള്ള കനാലുകളൊക്കെ ഉണ്ട്. അങ്ങനൊരു മോഡലാക്കിയിട്ടുണ്ട്. ഈ ശശി തരൂർ പോലും അദ്ദേഹത്തെ ഇനി എപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് അറിയത്തില്ല. BJPയുടെ വിജയത്തെ, തിളങ്ങുന്ന വിജയത്തെ അഭിനന്ദിച്ചു. അതൊരു തെറ്റൊന്നുമല്ല. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, ഒരു വിശാല മനസ്കതയാണ്. രാഷ്ട്രീയക്കാർക്കുണ്ടാകേണ്ട ചേതോ വികാരമാണ്. ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുമ്പോൾ ഇനി അതിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ദൂതുണ്ടല്ലോ, ദൂതവാക്യങ്ങൾ ഉരുവിട്ട് കൊടുക്കുന്ന, ചാടുവാക്യങ്ങൾ ഉരുവിട്ടുന്ന ശകുനിയുടെ ബുദ്ധി അതായിരിക്കരുത് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ, മുഖപ്രസംഗങ്ങൾ എഴുതുന്നവരെ ഭരിക്കേണ്ട വികാരം. അത് ഒരു ശരികേട് തന്നെയാണ്. ശരിയിലേക്ക് പോകുന്ന കേരളത്തെ ശരിയല്ലാത്ത വിധത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെ പറ്റി അങ്ങനെ പറയുന്നില്ല? PDPയെ പറ്റി അങ്ങനെ പറയുന്നില്ല? വെൽഫെയർ പാർട്ടിയെ പറ്റി അങ്ങനെ പറയുന്നില്ല? ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് പേടി പലതരത്തിലാണ്. അതിനെപ്പറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കും. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.